വോട്ടിങ്ങിൻ്റെ തിരക്കാണ് കാണുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. മഹാറാണി ഇവിടെ അങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നടക്കുമല്ലേ വോട്ട് ചെയ്യാൻ ആളുകൾ. ജോയ് മാത്യു വോട്ടൊക്കെ ചോദിക്കണം. ജോയ് മാത്യു വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വോട്ട് ചോദിച്ചോ, വോട്ട് ചോദിച്ചോ, പടപെടന്ന് ചോദിച്ചോ. ചോദിക്കേണ്ട ആവശ്യം നമ്മുടെ വോട്ടാ. കോഴിക്കോട്ട് പ്രതിനിധി തലശ്ശേരിയുടെ. അപ്പൊ രണ്ടടുത്തുണ്ടോ? ഓട്ടെ അങ്ങനെ വോട്ട് വേണതേ. ജയരാമൻ ചേട്ടൻ വോട്ട് ചെയ്യാനുള്ള ക്യൂവിലാണല്ലേ? എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യണം. വോട്ട് മിണ്ടാൻ പറ്റില്ല അങ്ങനെ. ഓക്കെ. അപ്പം വോട്ട് ചെയ്യുക. അങ്ങനെ പോകുന്നു, കാര്യങ്ങൾ പോകുന്നു. എന്തായാലും വലിയ രീതിക്കുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചാക്കോച്ചൻ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. ചാക്കോച്ചൻ അവാർഡൊക്കെ വാങ്ങി. അവാർഡ് വിളിച്ചപ്പോൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് വന്ന് അവാർഡ് കിട്ടി. ഈ മെമ്പർഷിപ്പ് നമ്പർ അറിയാവുന്നവർക്ക് വേറെ ക്യൂ ഉണ്ടോ? മെമ്പർഷിപ്പ് നമ്പർ അറിയാവുന്നവർക്ക് വേറെ ക്യൂ ഉണ്ടോ? ഇല്ല. ഇങ്ങനെ തന്നെ നിൽക്കണം. അവാർഡ് കിട്ടിയാൽ ഇങ്ങനെ തന്നെ നിൽക്കണം. ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പം അവാർഡ് വാങ്ങി വോട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അമ്മയുടെ ഒരു അവാർഡ് വാങ്ങി വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഹാപ്പിയല്ലേ? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. വൈബ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ വീണ്ടും ആളുകൾ വോട്ട് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നു. നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. ഓക്കെ അല്ലേ? പഴയ നമ്മൾ അംബിക, അതോടൊപ്പം വാണി വിശ്വനാഥ്. അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ ബാബുച്ചേട്ടനും അകത്തേക്ക് പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിലില്ലാതെ ലാലേട്ടൻ വിജയിച്ചിട്ടുണ്ട്. ഉണ്ണിമുന്തൻ വിജയിച്ചിട്ടുണ്ട്. ഇപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവുകൾക്കുള്ള വോട്ടിംഗാണ്. 12 പേര് എക്സിക്യൂട്ടീവിൽ മത്സരിക്കുന്നു. 11 പേർക്കാണ് വിജയ സാധ്യത. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേര് മത്സരിക്കും. 2 പേരാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാളിന് 3 പേര് മത്സരിക്കുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാൾ വേണ്ടത്. അതിൽ 2 പേര് മത്സരിക്കുന്നു. അങ്ങനെ മത്സരം വലിയ മത്സരമായിട്ട് പോകുന്നു. ലാലേട്ടൻ വോട്ട് ചെയ്യാൻ പോകുന്നു. അതിന് തൊട്ടുപുറയിലെ ഉണ്ണിമൂന്നനുണ്ട്. ഇവർ 2 പേരാണ് എതിരില്ലാതെ, ഈ മലയാള സിനിമയുടെ അഭിമാനമായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട 2 വ്യക്തികളാണ് ഉണ്ണിമൂന്നനും ലാലേട്ടനും. അപ്പോൾ വോട്ട് ചെയ്യാൻ പോയിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. വോട്ട് രഹസ്യമാണ് അല്ലേ? പിന്നെ എടുക്കാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അതെ, മണികണ്ഠന്റെ പെട്ടെന്ന് മനസ്സിലാവും. മുടിയൊക്കെ മണികണ്ഠനെ നേർച്ചയ്ക്ക് പോയിട്ട് പുതിയ പരിപാടി സ്റ്റൈലാണ്. പുതിയ സിനിമയ്ക്കുള്ള അങ്ങനെ പുതിയ പരിപാടി തന്നെ നമ്മൾ അംഗീകരിക്കുമോ? പുതിയ സിനിമയ്ക്കുള്ള ഒട്ട് കൃത്യമായിട്ട് ഞാൻ പിടിക്കണ പോലെ ഒട്ട് കൃത്യം.
ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ ഇന്ത്യാസ് #1 ലാംഗ്വേജ് അക്കാഡമി നീതൂസ് അക്കാഡമി.